ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, 2 ദിവസമായി കുറേ പേരായി ചോദിക്കണം എന്തായി ആഷിയുടെ കാര്യം എന്തായി എന്നുള്ളത്. അങ്ങനെ ആഷിക്ക് ഒരു ബേബി ബോയ് ആണ്. പാച്ചുവിന് ഒരു അനിയൻ കുട്ടിയും കൂടിയായി. അപ്പോൾ അങ്ങനെ അവിടെ എന്താ പറയുക, ഇവിടെ ആ 2 ആൺകുട്ടികൾ, അവിടെ റോണിയുടെ വീട്ടിൽ ഒരു മോൾക്കൊരു മോളാണ്, അവിടേക്ക് ഒരു മോൻ, പുതിയൊരു മോനും കൂടിയായി. അങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ കൃപയാൽ അത് രണ്ടായി നമ്മൾ പറയില്ലേ. എനിക്കാന്ന് വെച്ചാൽ ശരിക്കും ഗർഭിണികളെ കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ട് തൊട്ട് ചെറുപ്പത്തിലേ ഉള്ള ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ശരിക്കും ലേറ്റായി തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിരുന്നു. എനിക്കറിയില്ല, അത് ഏത് കുട്ടികളെ കണ്ടാലും എനിക്കത് അവസാന ദിവസങ്ങളായി കഴിഞ്ഞാൽ എനിക്ക് ആകെ വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3 മണി വരെ ഇങ്ങനെ വിളിച്ചും മെസ്സേജ് ചെയ്തൊക്കെ നിന്നു. 3 മണിയൊക്കെ ആയപ്പോഴേക്കും സിസേറിയനായിരുന്നു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡിംപിൾ മെസ്സേജ് ചെയ്തു. അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത. അപ്പോൾ ഫെബ്രുവരി 5-ന്, അപ്പോൾ ഇന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഡിംപിളിൻ്റെ വീട്ടിൽ ഇങ്ങനെ ആഘോഷങ്ങൾ കുറേ ഉണ്ടായിരുന്നല്ലോ, ആൻസൻ്റെ വീട്ടിൽ. അതായത് അമലിൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു അമലിൻ്റെയും ശില്പയുടെയും കല്യാണത്തിൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ആഷിയുടെ മോൻ വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് ആഷിയുടെ എന്താ പറയുക, മോൻ്റെ ബർത്ത്ഡേ വരിക. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അമലിനെയും ശില്പേനെയും വിഷ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് കൂടി അങ്ങോട്ട് വിഷ് ചെയ്യാം. അപ്പോൾ അമലിനും ശില്പയ്ക്കും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ എല്ലാ വിഷസും. ഒരു കൊല്ലം സന്തോഷമായിട്ട് എത്തി. ഇനി ഇവിടെ നിന്നുള്ള വർഷങ്ങൾ. അപ്പോൾ ശില്പയ്ക്കും ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശില്പയുടെയും എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് പതിവുപടി നമ്മളുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ തോമുട്ടൻ ഇറങ്ങി വരികയാണ് കേട്ടോ, പ്ലേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയാറില്ലേ, ചില ദിവസങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണോടുകൂടി ഡ്രസ്സ് മാറിയിട്ടാണ് അപ്പയും മക്കളും കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. കാരണം ഇപ്പോൾ ചാക്കോച്ചന് ഇന്നലെ പറഞ്ഞ പോലെ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ കഴിച്ച് കിടന്ന കാരണം അവൻ കുറച്ചധികം നേരം കിടന്നു. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതോടുകൂടി അപ്പനും മക്കളും ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പൂരിയായിരുന്നു. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂരി മസാലയായിരുന്നു. മസാല നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ട്, ഓൾറെഡി ഡിവൈൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് കിടക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അപ്പയും മക്കളും കൂടിയിട്ട് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതിവ് പോലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സമയം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് നേരത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇവരൊക്കെ പോയിട്ടാണ് കഴിക്കാറ്, പക്ഷേ ഇന്ന് നേരത്തെ കഴിച്ചു. പിന്നെ എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, ഇഷ്ടമാണ് പൂരി, പ്രത്യേകിച്ച് ഈ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന പൂരി. അപ്പോൾ ഇതൊക്കെ ഇന്ന് വന്നിട്ടുള്ളതല്ല, പാക്ക് ചെയ്യാനുള്ള വളകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയത് മാത്രമല്ല, എല്ലാതും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നെ മറന്നു കിടക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ, ആൻറ്റി ഇതാണ് കേട്ടോ ഞാൻ അന്ന് പറഞ്ഞ വള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഇതൊക്കെ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. 2.2 തൊട്ടുണ്ട്, 2.2, 2.4, 2.6, 2.8, 2.10. അപ്പോൾ ഒരു കുട്ടി ഇന്ന് ചോദിച്ചായിരുന്നു ഏതാണ് ഏറ്റവും ചെറിയ സൈസ് എന്ന്. അറിയാണ്ടാണ് കേട്ടോ. 2.2 ഏറ്റവും ചെറിയ സൈസ്, 2.10 ഏറ്റവും വലിയ സൈസ്. അതിൽ ഈ 2.2ഉം 2.10ഉം കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അതായത് എല്ലാ ഡിസൈനിലും ഈ സംഭവം ഈ 2 അളവ് ഉണ്ടാവില്ല. കാരണം ഈ 2.2 എന്നുള്ള അളവ് വളരെ കുഞ്ഞിതാണ്. അപ്പോൾ അങ്ങനെ വളരെ അപൂർവം കുട്ടികൾക്കേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 2.10 ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനെയാണ് വളയുടെ അളവ്. അപ്പോൾ ഒരു നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ 2.6ഉം 2.8ഉം ആണ് കേട്ടോ വരിക. അതായത് ശരിക്കും പറയാനാണെങ്കിൽ എനിക്ക് 2.4ആണ്, ഡിംപിളിന് 2.6ആണ്, ഡിവൈന് 2.8ആണ്. അപ്പോൾ ഞങ്ങളുടെ 3 ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ സൈസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ള വളകൾ ഓരോരുത്തർക്ക് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ തന്നെ 2 ലെയറുണ്ട്. പിന്നെ സിഗ്സാഗ് ടൈപ്പ് ഉണ്ട്. സിഗ്സാഗ് പക്ഷേ ഇപ്പം അങ്ങനെ വരുന്നൊന്നുമില്ല അധികം. ഇതാണ് അധിക ഭാഗം വരുന്നത്. ഇതും പിന്നെ 2 ലെയറിൻ്റെ വളകളാണ് കേട്ടോ അധിക ഭാഗം വരുന്നത്. പിന്നെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള വളയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഗോൾഡാണ്. ഈ ഒരു വളയും ഇതിൻ്റെ തന്നെ ഒരു 2 ലെയറിൻ്റെ ഒരു മാലയും ഒരു കരിമണി കമ്മലും ഇട്ട് കഴിഞ്ഞാൽ
എന്താ പറയുക, ഭയങ്കര ഐശ്വര്യമാണ്. കരിമണിക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു 4-5 പാർട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റൽ കളറാണ് കേട്ടോ, ആൻറ്റിക്കിൽ പേസ്റ്റൽ കളേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ മാലയുണ്ട്, 2 ലെയറിൻ്റെ മാലയുണ്ട്. അപ്പോൾ ഞാനത് മുമ്പ് എപ്പോഴോ കാണിച്ചു തോന്നുന്നുണ്ട്. അതിൻ്റെ മാലയുണ്ട് കേട്ടോ. പിന്നെ പേസ്റ്റൽ ഈ പിങ്ക് ഒറ്റയ്ക്ക് വരുന്നുണ്ട്, ഗ്രീൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ പ്ലേറ്റിംഗ് സെക്ഷനിലാണ് വരുന്നത്. അതുപോലെ ഈ ആൻറ്റിക്കിൻ്റെ വളകൾ കൊണ്ടുപോയാലും നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗോൾഡ് വളകളാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഒരു കമൻറ്റിൽ കണ്ടു ഇതിൻ്റെ ഒപ്പം വിലകൾ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇട്ട കുട്ടി എൻ്റെ മുമ്പത്തെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ഹോൾസെയിലായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ കുട്ടികൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഓരോ റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ റേറ്റ് ഇടാത്തത്. നിങ്ങൾക്ക് എത്ര എണ്ണത്തിൻ്റെ വില ചോദിച്ചാലും ഞാനോ ഡിംപിളോ ഡിവൈനോ പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരിഭവമോ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ചോദിക്കുകയുള്ളൂ വില. അല്ലെങ്കിൽ അതിൻ്റെ വില അറിയണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, എല്ലാത്തിൻ്റെയും വില അങ്ങനെ അറിയണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ വില നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരും. ഇത് 2.2 കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് കണ്ട പേളായിട്ടുള്ളത് 2.2 കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പോയിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഡിംപിളൊരു ഫങ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ 3 ലെയറിൻ്റെ മാല. അതിന് ശേഷം ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ആകെ ഒരെണ്ണം കൂടിയും ബാക്കിയുണ്ട്. ബാക്കി ഒക്കെ പോയി. കണ്ടമാനം കുട്ടികൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം. അതുപോലെ തന്നെ ഇത് നല്ല ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ് കേട്ടോ. ഇത് നല്ല ഇറക്കമുള്ള മാലയാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടി കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഫ്രണ്ട്സ് കൂടി ഒന്നിച്ച് ഒരെണ്ണം വാങ്ങിയിട്ട് അവർ 3 ലെയർ ഒറ്റയ്ക്ക് കോർത്തിട്ട് ഇടുകയാണ് ചെയ്തത്. നല്ല തരം സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാം കൂടി ഒറ്റ ഇഴയാക്കിയിട്ട് 2 ലെയർ ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നല്ല ബീഡ്സാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മുടെ ചാക്കോച്ചൻ്റെ കയ്യിൽ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്തുനിന്ന് നമ്മുടെ ഉരുളൻ കല്ലില്ലേ ചട്ടിയിലിടുന്നത്, അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് മൂപ്പരിങ്ങനെ നടക്കുക. എന്നിട്ട് ഇങ്ങനെ എറിയാനായിട്ട് നോക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക എവിടേക്കാണ് എറിയണതെന്ന്. കാരണം നല്ല വെയിറ്റുള്ള കല്ല, അതുകൊണ്ട് ഒരു ഗ്ലാസ്സുമൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പൊട്ടും. അപ്പോൾ ഡിവൈൻ്റെ കയ്യിൽ നിന്ന് ചീത്തയൊക്കെ കിട്ടി അതൊക്കെ വാങ്ങി മാറ്റി വെച്ചേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക. ചില സമയത്ത് ഓഫാക്കാനും വിട്ടുപോകും. കാരണം എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ വാതിലടച്ചകത്ത് കയറുമ്പോഴാണ് എനിക്കത് അങ്ങനെയാണ് ഒരു ശീലം കേട്ടോ. അങ്ങനെ എൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കടന്നപ്പോൾ ഞാൻ രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തോടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതാ ഡിവൈൻ രാവിലെ തന്നെ ഉച്ചയിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എന്നിട്ട് മോനെയും കൊണ്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ഡിവൈനും ഒന്ന് റെസ്റ്റ് ചെയ്യാം. അവൻ ആ റൂമിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കളിച്ചോളും. അപ്പോൾ ഈ ചോറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്തൊട്ടാണ് അവിയൽ, ഇന്നലെ കഷ്ണങ്ങൾ വാങ്ങിയില്ല, അത് അവിയൽ മുതിര കാച്ചി വെച്ചിട്ടുണ്ട്, മീൻ വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവിലെ തോമൂന് കൊണ്ടുപോകാൻ മറ്റേ നൂലപ്പായിരുന്നു. അപ്പം അതിൻ്റെ മാവിൽ ബാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ ചാക്കോച്ചിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ആ ഉണ്ട. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ 11:45 ഞാൻ വിചാരിച്ചു ഇനി അടുത്തത് നമുക്ക് അലക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റികളും കാര്യങ്ങളും വലിയ സംഭവങ്ങൾ അലക്കി. പാച്ചുവിൻ്റെ ഡ്രസ്സുകൾ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ട്രിപ്പായിട്ട് അലക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ അതെടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. അത് ഇടണ നേരം കൊണ്ട് ബാക്കിയുള്ള പണികൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മറ്റേ എന്താ പറയുക കംഫർട്ടാണ്. അപ്പോൾ ഞാൻ കുറേ ചട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി വെടുപ്പാക്കി വെക്കാം. അപ്പോൾ തുണികൾ ഇനി അലക്കി വരുമ്പോൾ സംഭവം ഇടാനായിട്ട് അഴയ്ക്ക വേണ്ട. ആ സൈഡിൽ ഇഷ്ടം പോലെ അഴക്കി ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഇവിടെ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എടുത്ത് ഈ മേശയുമിട്ട് കംപ്ലീറ്റ് മടക്കി വെച്ചു. കാരണം ഈ വാഷിംഗ് മെഷീനിൽ തുണി നിൽക്കുമ്പോഴേക്കും എനിക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിയും. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഒരു കണക്കൂട്ടലോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അടുക്കും ചിട്ടയിൽ അത് കഴിയും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ അനുബന്ധിച്ചുള്ള പണികളും കാര്യങ്ങളും കഴിഞ്ഞ്
തുണികൾ മടക്കി അപ്പോഴേക്ക് ഇതേ ചാക്കോച്ചന് ഉച്ചയിലത്തെ ഭക്ഷണം കൊടുക്കണം. അത് കഴിച്ച് ഇങ്ങോട്ട് കടന്നോട് കൂടിയിട്ട് വാഷിംഗ് മെഷീനിലത്തെ തുണികളും മറ്റേ അലക്ക് കഴിഞ്ഞു. അപ്പോൾ ഡ്രയറിൽ ഒരു വിധം ആയിട്ടേ വരുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഒന്ന് കാറ്റ് കൊള്ളേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ദേ തോരയിടാനായിട്ട് നിന്നു. അപ്പോൾ ഫുൾ ചാക്കോച്ചൻ്റെ തൂമുട്ടൻ്റെ പാച്ചുവിൻ്റെ സാധനങ്ങളാട്ടോ. കുട്ടികളുടെ പേരൊക്കെ എപ്പോഴും തെറ്റും, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആളെയും മാറി മാറി വിളിക്കും. അങ്ങനെ ദേ പാത്രങ്ങൾ ഇതൊക്കെ കഴുകി വെച്ചു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അക്കിയെ കുറച്ച് ചെടികൾ കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ തുണികളൊക്കെ ഇവിടെ നിന്ന് തന്നെ മടക്കി വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെച്ചാൽ മതിയല്ലോ. അപ്പോഴേക്കും നമ്മുടെ ദേ തോമുട്ടൻ വന്നു. അപ്പോൾ ഇപ്പോൾ തോമുട്ടൻ ഗുഡ് ബോയ് ആണ് കേട്ടോ. എല്ലാ ദിവസവും നാടൻ ഫുഡാണ് അവൻ കഴിക്കുന്നത്. ഇന്നിപ്പോൾ ദേ നൂലപ്പാണ് കഴിച്ചത്. അപ്പോൾ എന്നും അതെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു കാക്ക വന്ന് ഇങ്ങനെ ഇരിക്കും. ആദ്യം കുറേ മുമ്പും ഇതുപോലെ എപ്പോഴും വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ഉരുള ചോറ് അതിനെ അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്ന് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് അത് പറന്നു പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഞാൻ അവിടെ പരിയപ്പുറത്ത് ഇങ്ങനെ ഇടും, അതിന് വന്ന് കൊത്തി തിന്നാൻ പാകത്തിന്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ചോറിൻ്റെ വറ്റോ എന്തെങ്കിലും അവിടെ ഇടും ഞാൻ കേട്ടോ. അങ്ങനെ ദേ തുണികളൊക്കെ മടക്കിയത് ഒക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഡിമ്പിളുടെ റൂമിലേക്ക് കണ്ടമാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചു. പിന്നെ ഇനി മോൻ്റെ ഉണ്ട് കഴുകിയത് ഉണങ്ങാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ബാത്റൂം ഒന്ന് കഴുകാമെന്ന്. അപ്പോൾ കുറേ പേര് സംശയം മാത്രമല്ല, കുറച്ച് പേര് ഇവിടെ വരുമ്പോൾ ഞാൻ പറയും റൂമിൽ കയറിയിട്ട് നിങ്ങൾ ബാത്റൂമിൽ പൊക്കോന്ന് പറയുമ്പോൾ അവർക്ക് ആശയക്കുഴപ്പം, ഇവിടെ എവിടെയാണ് ബാത്റൂമെന്ന്. അപ്പോൾ എല്ലാവരുടെയും വിചാരം അത് കബേർഡാണെന്നാണ്. നമ്മളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂമിന് എല്ലാ റൂമിലും 2 കതകാണ്. അതായത് ഒരെണ്ണം തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഡോറ് കണ്ടോ. അങ്ങനെയാണ് നമ്മളുടെ ബാത്റൂം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ബാത്റൂം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിയിലേക്ക് കിടന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൂരി വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ ചായ വെക്കുന്നതിന് മുമ്പ് വെറുതെ ഒരു 4 കഷ്ണം എടുത്ത് വറുത്ത് അത് വെറുതെ, എനിക്ക് ഏറ്റവും ഇഷ്ടം വെറുതെ കടിച്ച് കഴിക്കാനാട്ടോ. അത്രയും നൈസാണ്. ഇപ്പോൾ ചപ്പാത്തി കൊണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ചപ്പാത്തി ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഉണ്ടാക്കിയ ചപ്പാത്തി പൂരി ഒരുപോലെയാണ്. ഞാൻ വാങ്ങിക്കുന്ന ചപ്പാത്തിയുടെ കാര്യം കേട്ടോ പറയണത്. നമ്മൾ ഉണ്ടാക്കുന്ന പൂരി സംഭവമൊക്കെ ഒരുപോലെ ഇരിക്കും, വാങ്ങിക്കുന്ന ചപ്പാത്തി വളരെ നൈസാണ്. അതിങ്ങനെ പൂരിയുടെ പോലെ ആക്കുമ്പോഴാണ് ഇങ്ങനെ പോള വന്നിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പിള്ളേർസ് താഴെ ഇറങ്ങി. അപ്പോൾ ദേ സ്ഥാനാർത്ഥികളെന്ന് പറയും ഞാൻ കളിയാക്കിയിട്ട്, 2 ആളും കൂടിയിട്ട് ദേ കളിയാണ്. ഇപ്പോൾ ആ റിമോട്ട് മാറ്റിയപ്പോൾ നമ്മൾക്കൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, അവർ തന്നെ ഡ്രൈവ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ 2 ആളും കൂടിയിട്ട് ഇപ്പോൾ പാച്ചുള്ള സമയത്ത് പാച്ചും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ എന്താ പറയുക പിന്നാലെ ഓടൽ, ഇങ്ങനെ 3 ആളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് പാച്ചുവിന് ഓർമ്മ വരും. അപ്പോൾ പാച്ചു ഇന്ന് ഉച്ച കഴിഞ്ഞ് ആശയമ്മയുടെ ബേബീനെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. ബേബീനെ കണ്ട വിശേഷമൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ആഷിനെ റൂമിൽ കൊണ്ടുവന്നിട്ട് കാണുള്ളായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നാളെ പോകണോ അത് പിന്നീട് പോകണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇന്നെന്തായാലും പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ദേ അക്കീരോടന്ന് ചെടികൾ കൊണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അക്കീരോടന്ന് ചെടി അവിടെ വെച്ചിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പോൾ ഡാഡി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചെടികൾ കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ ഒരു വസ്തു വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ വെക്കണം. അക്കി കൈയോടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേ കണ്ടു എല്ലാതും ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഈ 2 എണ്ണം നമ്മുടെ നടയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, അത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു മഞ്ഞ കളർ വന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് അവിടെ നിന്ന് എടുത്തു, പെരുന്നാളിൻ്റെ തലേ ദിവസം എടുത്തു ഞാൻ. അങ്ങനെ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നമ്മുടെ ബാക്കി പണികളിലേക്ക് ഇങ്ങോട്ട് കടന്നു. അപ്പോൾ കടന്നപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ ചെയ്യണ കുട്ടിക്കുറുമ്പ് കണ്ടു. എന്തുകൊണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ തോമും പാച്ചുവും വരുമ്പോൾ അവരുടെ കയ്യുമ്പോൾ സ്റ്റാർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടാവും നമ്മളുടെ ഫസ്റ്റ് സ്കൂളിൽ നിന്ന്. അപ്പോൾ അത് ഇവൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവൻ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ക്രിസ്മസിന് പലയിടത്തും സ്റ്റാറുകൾ ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, അവൻ്റെ കൈ എത്തണോടത്തുനിന്ന് അതിങ്ങനെ ചുരണ്ടി എടുത്ത് മൂപ്പരുടെ കവിളത്ത് നോക്കി അത് നമ്മൾ വിചാരിക്കും നമ്മൾ ഒട്ടിച്ചെടുത്താന്ന്. ഇതേ കണ്ട കവിളത്ത് ഒട്ടിച്ച് വെച്ചേക്കണുണ്ട. ഇനി അടുത്തത് ഒട്ടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവൻ്റെ കയ്യുമ്മയും കവിളത്തും. അപ്പോൾ അതാണ് അവൻ്റെ പണി കേട്ടോ. നല്ല നേരം പോക്കാണ്. പിന്നെ അവന് നേരം പോണ്ടേ. ഞങ്ങളൊക്കെ അതാത് പണികൾ ഇപ്പോൾ ഡിവൈൻ്റെ കിച്ചണിൽ കയറിയൊക്കെ രാത്രിയിലത്തെ പരിപാടിക്ക്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു ചോറും ഉള്ള അവിയലും മുതിരക്കറിയും പിന്നെ മീൻ വറുക്കാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് മതി, വെറുതെ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിന് വേറെ കറി വെച്ചിട്ട് എപ്പോഴും ബാക്കി വരും. ഇതാകുമ്പോൾ അത് അങ്ങടെ കഴിഞ്ഞോളല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡാഡിയും ഡോണും ഏതോ ഒരു സിനിമ കാണാണ്. ഞാൻ പതിവുംപടി
മേശപ്പുറത്തുണ്ട്, ഡൈനിങ് ടേബിളും ഉണ്ട്, ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, മെയിനായിട്ട് എൻ്റെ പണി അതാണ്. അതോട് കൂടിയിട്ട് മെസ്സേജുകളും കാര്യങ്ങളും വരുമ്പോൾ അവർക്കുള്ള റിപ്ലൈ കൊടുക്കുക, അതുപോലെ കുശലാന്വേഷണം ചോദിക്കണവരോട് വർത്താനം പറയുക, അതൊക്കെയാണ് എൻ്റെ പണി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ചാക്കോച്ചൻ സമ്മതിക്കേയില്ല. അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാൻ അവരെയും കൊണ്ട് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതേ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാം. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതോടുകൂടി ഫുഡ് കഴിച്ചിട്ട് കയറുക ചെയ്യുക, പിന്നെ ഇറങ്ങി വരണ്ടല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിയും ഡോണും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കഴിച്ചത്. കാരണം ആ സമയത്ത് എനിക്ക് 1-2 അത്യാവശ്യമായിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചാക്കോച്ചൻ പോയതിന് ശേഷമാണ് ഞാൻ ചന്ദനത്തിരിയും സംഭവമൊക്കെ കത്തിച്ചത്. സാധാരണ ഞാൻ നേരത്തോടെ കത്തിക്കാറുണ്ട്, പക്ഷേ ഇന്ന് ചാക്കോച്ചത്തിരി നേരത്തെ ഇറങ്ങി വന്ന കാരണം ഞാൻ അത് കത്തിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എപ്പോഴും നമ്മൾ പറയില്ലേ, സന്ധ്യ നേരത്തായാലും രാവിലെ ആയാലും അത് ഇന്ന് ഞാൻ എന്തോ ഒരു ഇത് കേട്ടപ്പോൾ അതിലുണ്ട്, ഹിന്ദുസിനായാലും നമുക്കായാലും രാവിലെ മെഴുകുതിരി കത്തിക്കുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തണത് ഏറ്റവും ഐശ്വര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളും രാവിലെ എണീറ്റിട്ട് വരുമ്പോൾ പ്രാർത്ഥന, നമ്മൾ കുരിശ് വരച്ചിട്ടാണല്ലോ, നടയിൽ കുരിശ് വരച്ചിട്ടാണല്ലോ കിടക്കുക. ആ കിടക്കുമ്പോൾ ജസ്റ്റ് ഒരു മെഴുകുതിരി കത്തിച്ച് ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒന്ന് ഊതിയാലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും പറ്റുമെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, നമ്മൾ രാവിലെ എണീറ്റ് കുരിശ് വരച്ച് പോണോട് കൂടിയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക, മെഴുകുതിരി കെടുത്തിയിട്ട് അങ്ങോട്ട് പോവുക, അത്രയേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. അതുപോലെ കിടക്കുമ്പോഴും പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതാട്ടോ. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് പിന്നെ പറയണ്ടല്ലോ, നമ്മൾ മെഴുകുതിരിയും ചന്ദനത്തിരിയും അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇത് നല്ലതാണെന്ന് പറയും രാവിലെ തന്നെ. പിന്നെ മെഴുകുതിരി തിരുനാളെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളുടെ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള മാലകളാണ്. അതായത് നമുക്കിപ്പോൾ സ്വർണ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 65,000 തോന്നുന്നു, 65,000 രൂപ അങ്ങോട്ട് ആയി തോന്നുന്നുണ്ട് ഒരു പവന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്വർണ്ണം അധികം എടുക്കാണ്ട് മറ്റേ സാധാരണ നമ്മളുടെ ഈ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് ബാക്കിയൊക്കെ ക്യാഷാക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ എന്നാലും നമുക്ക് ഫോട്ടോസൊക്കെ വരുമ്പോൾ നമുക്ക് കല്യാണ പെണ്ണെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട്, അതല്ലേ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാശൊന്നും ചിലവാക്കാണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളത്, അതായത് ഒരു 1.5 പവൻ്റെ നെക്ലസ് അല്ലെങ്കിൽ 2 പവൻ്റെ ഒരു മാല, അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിന് വില കൂടിയതനുസരിച്ച് പ്ലേറ്റിങ്ങിനും വില കൂടിയതാണ് പറയണേ. അപ്പോൾ നമ്മൾ വില കൂടുമ്പോൾ അത് സ്വാഭാവികമാണ്, എല്ലാത്തിനും പതുക്കെ വില കൂട്ടാണ്ട് പറ്റില്ലല്ലോ. എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഭാവിയിൽ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇതൊക്കെ നമ്മുടെ സിംഗപ്പൂർ ചെയിനാണ് കേട്ടോ. നല്ല നമ്മൾ ഗോൾഡിൽ കണ്ടിട്ടില്ലേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിംഗപ്പൂരിൻ്റെ ചെയിൻ, അതാണ് സാധനം. വളരെ ലൈറ്റ് വെയിറ്റാണ്, എന്നാൽ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് 6 പിടിയാണ് കേട്ടോ, മാലകളൊക്കെ 6 പിടിയാണ്. അപ്പോൾ ഇത് ശരിക്കും ബാക്കിൽ വേണമെങ്കിൽ ചെയിൻ ഇട്ടിട്ട് വട്ടക്കണ്ണി ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ലോങ് ചെയിൻ പോലെ ഇടാം, അല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് ലോക്കറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ ഇട്ടാലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇടുകയാണ് ഭംഗി. അതായത് ബാക്കിൽ വട്ടക്കണ്ണി ഇട്ടിട്ട് കുറച്ചൊന്ന് ഇറക്കിയിടുമ്പോൾ ശരിക്കും ഒരു ലോങ് ചെയിൻ കെടുക്കുന്ന ഒരു ഭംഗിയിൽ വളരെ സിമ്പിളായിട്ട് കെടുക്കും കേട്ടോ. നല്ല മാലകളാണ് ഇതൊക്കെ, ആ പാറ്റേണിൽ പെട്ടതാണ്. ഇന്നലെ ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിലും, ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പേരിൽ തന്നെ കുറേ പേര് സിംഗപ്പൂർ പണിയാണോ മാറ്റ് ഫിനിഷ് ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ആ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് സംഭവം. നമ്മളിപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കൊണ്ട് സിംഗപ്പൂർ പണികളുണ്ടല്ലോ, 3/4 പവനിൽ 1.5 പവനിലൊക്കെ, അങ്ങനത്തെ സംഭവമാണ്. എന്നാൽ കാണുമ്പോൾ ഭയങ്കര പൊളിച്ചാണ് കേട്ടോ. അതാണ് സംഭവം. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് ഇന്ന് ഇത് 8 പിടിയാണെന്ന് വിചാരിച്ചു, എൻ്റെ മനസ്സിൽ നിന്ന് ഇത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലത് 8 പിടി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതൊക്കെ 6 പിടിയാണ്. അപ്പോൾ ഞാൻ 8 പിടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറയുക ചെയ്തത്. പിന്നെ 8 പിടി വന്നിട്ടുമില്ല കേട്ടോ. ഒരെണ്ണം മാത്രമാണ് 8 പിടി പാറ്റേൺ ഉള്ളത്, ബാക്കിയൊക്കെ 6 പിടിയാണ് വന്നേക്കുന്നത്. ഇതൊക്കെ ലവ് എന്ന് എഴുതിയിട്ടുള്ളത് വളരെ ഭയങ്കര ഭംഗിയായിട്ട്, ഇതുമ്പോൾ ഫുൾ ലവ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വലിയ എല്ലാണ് ആ കാണുന്നത്. പിന്നെ ലവ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്, കറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മാല ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്യാം.
ഇത് നോക്കി, ഇത് വേറൊരു പാറ്റേൺ കണ്ടോ. ഇതൊക്കെ ഈ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൽ പെട്ടതാണ് കേട്ടോ. വെറുതെ ഒരു വട്ടവും കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് എങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗണപതിയുടെ കുറേ നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഗണപതിയുടെ കുട്ടി ഗണപതിയും വലിയ ഗണപതി അങ്ങനെ ആയിട്ടുള്ള ലോക്കറ്റ്, ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഇതിൽ ഇരിക്കുന്ന 2 ഗണപതി ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരണത്. പിന്നെ ഒരു കറുത്ത കല്ല്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധിക ഭാഗം ഈ കല്യാണങ്ങൾക്ക് നമ്മൾ കഴുത്തിലിടും, കറുപ്പ് ഒരെണ്ണം ഇടണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരണതാണെന്ന് തോന്നുന്നുണ്ട് ഈ കറുത്ത കല്ല്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് കുറേ പേര് മുമ്പ് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഈ കമ്മൽ വാങ്ങുക ഗണപതി, അതായത് വിഘ്നങ്ങളൊക്കെ മാറ്റാനും പിന്നെ ഒരു കറുത്ത കല്ലും അതായിട്ടാണ് ഇത് കൊണ്ടുപോകാറ് കേട്ടോ. എനിക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സിംഗപ്പൂർ ഇതാണ് സംഭവം, പണിയാണ്. ഇതുപോലത്തെയൊക്കെയാണ് നമ്മളുടെ ഡിമ്പിളുടെയും ഇവരുടെയൊക്കെ ഓർണമെൻറ്റ്സ്. ഒരിടയ്ക്ക് ഫുൾ ഇതുപോലത്തെ ഓർണമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ സിംഗിൾ പീസാണ് നമ്മളുടെ കയ്യിൽ ഒറ്റ പീസുകളായി നമ്മൾ കടകളിലേക്ക് കൊടുത്തതിന് ശേഷം ഒറ്റ പീസായിട്ട് വരുന്നത് നമ്മൾ സിംഗിൾ പീസിൻ്റെ റേറ്റിൽ കൊടുക്കാറുണ്ട്. അധികം വലിയ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ കുട്ടി കുട്ടി മാലകളൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മാലകളൊക്കെ അങ്ങനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇത് നമ്മുടെ മാങ്ങമാലയാണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന് പറയുക, കുഞ്ഞു മാങ്ങയാണ് കണ്ടോ, കൊച്ചു മാങ്ങയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ദേഹത്തിങ്ങനെ പറ്റി കിടക്കണ മാങ്ങയാണ്, ട്രഡീഷണൽ സംഭവമാണ് കേട്ടോ. ഇത് അതിൽ പെട്ടതൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു നെക്ലസ്സുകളാണ് ആ പറഞ്ഞത്. ഇത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുവിധപ്പെട്ടവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. പണ്ട് ഒരു 18 ക്യാരറ്റ് ബോൾസ് വന്നിരുന്നു, ഹൈദരാബാദ് ബോൾസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പണിയാണ് ഈ സംഭവം. സെയിം ആ സംഭവമാണ്, പക്ഷേ നമ്മളുടെ ഐറ്റാണെന്ന് മാത്രം. ഇങ്ങനത്തെ ഗോൾഡ് ഡിമ്പിളിനുണ്ടായിരുന്നു ഒരു എന്ത് ക്യാരറ്റ് എന്ന് പറയുക, ഇതിൻ്റെ മുത്തുകൾ എടുത്തിട്ട് നമ്മൾ സ്വർണ്ണത്തിൽ മറ്റേ കരിമണിയിൽ ഇതിലൊക്കെ കൂർത്തിട്ടുണ്ട്. ശരിക്കും സ്വർണം തന്നെ, പക്ഷേ എനിക്ക് തോന്നുന്നു വിൽക്കുമ്പോൾ വലിയ കാശൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അന്നത്തെ കേട്ടോ. ഇതല്ല കേട്ടോ പറയണത്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് കുട്ടികളില്ലാണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പഴയ കറികളും അതും ഇതൊക്കെ ഫ്രിഡ്ജിൽ കുറച്ചൊക്കെ ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കളഞ്ഞ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എങ്ങനെയും പണികൾ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. കുട്ടികളുണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊന്ന് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരൊന്ന് കൂടെ വന്ന് അപ്പോൾ അവരോടൊന്ന് കളിച്ചു ഒന്ന് വർത്താനം പറഞ്ഞു വരുമ്പോൾ സമയം പോവും. ഡിവൈൻ എപ്പോഴും പറയണ പോലെ 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പണി 10-20 മിനിറ്റ് ആവും ഒരു കാര്യം ചെയ്യാമെന്ന് പറയും. അങ്ങനെ അത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്തു കേട്ടോ. അതൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നും ഞാനങ്ങനെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനങ്ങനെ പറയാറില്ല. പിന്നെ എനിക്കത് കാണിക്കാനും പറ്റാറില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് A to Z കാര്യങ്ങൾ പറയാനും എടുക്കാനും പറ്റില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ എവിടെയാണ് ചെയ്യണത്, എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് ഒതുക്കണത്, ഇതൊക്കെ കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് എനിക്കറിയാം. കുറേ പേര് പറയും ആൻറ്റിയുടെ സംസാരം കേൾക്കാനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം നിങ്ങളോട് ഷെയർ ചെയ്യണത്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടമാനം വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറേ TV കാണുമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊന്നും നേരം കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ കേട്ടറിവ് മനസ്സിൽ മുമ്പുള്ള കാര്യങ്ങൾ പറയുക എന്നല്ലാണ്ട് പുതിയ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ നോക്കിയപ്പോൾ നിറച്ച് ഇപ്പം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ഇതേ റബ്ബർ ബാൻഡ് ഉണ്ട്, ഇനി നേരില്ലാന്ന്. ഇന്ന് എനിക്ക് നേരമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. എങ്ങനെ വന്നാലും നമ്മളുടെ കൈ അങ്ങോട്ട് വരും. അത് ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്കിത് ഒന്നിച്ചെടുത്ത് വെക്കാമല്ലോ. പലരും പലയിടത്തും വെക്കണേക്കാളും നല്ലത് ഒരു സ്ഥലത്ത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാളെടുത്തിട്ട്, അത് ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതെടുത്ത് നമുക്ക് ആ ബോട്ടിലിൽ ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി പൗഡർ ഇട്ടിട്ട് വെച്ചോളൂ എന്ന്, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന സ്ഥിരം പണിയുണ്ട്, ഈ നോട്ടൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കും, അതായത് രഹസ്യമായിട്ട് മാറ്റി വയ്ക്കും. കള്ളക്കണക്ക് എഴുതിയിട്ട് കാശൊക്കെ മാറ്റി, എല്ലാ അമ്മമാരും ചെയ്യണ പണിയാണ്. ഒരു 10 രൂപ ഒക്കെ മാറ്റി വയ്ക്കുക എന്തിനെങ്കിലും. ആ മാറ്റി വയ്ക്കുമ്പോൾ എനിക്കൊരു പണിയുണ്ടായിരുന്നു, റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. ഒരിക്കൽ നോക്കിയപ്പോഴാണ് ഈ റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നോട്ടൊക്കെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡറും കൂടി ആ റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ ഇട്ടിട്ട് വെച്ചോളൂ കേട്ടോ. എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. സംഭവം അത് മാറ്റി കിട്ടിയിട്ടോ, എന്നാലും അത് ഉണ്ടാവായിക്കുക. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി 5 ആഷിക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് എഴുതാനുണ്ടായിരുന്നത് ഇതായിരുന്നു, ആഷിക്ക് ബേബി ബോയ് ആണ് ഉണ്ടായത്.
അപ്പോൾ ഫെബ്രുവരി 5 ഓർമ്മ അതാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ദേ ഭംഗിയായിട്ട് കഴിഞ്ഞു. എനിക്ക് ഇന്നും ഈ പറഞ്ഞ പോലെ കണ്ടമാനം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. പ്രശ്നങ്ങളല്ല, ഭംഗിയായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഡിമ്പിളിന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്നും പറ്റണില്ല. ഡിവൈനും ഈ പറഞ്ഞ പോലെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരൊക്കെ നാളെ തൊട്ട് 2 പേരും സജീവമായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ 2 പേരും അവരുടെയൊക്കെ നമ്പറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം എല്ലാവരുടെയും കോൺടാക്ട്സും കാര്യങ്ങളും അറിയാം. ഇല്ലെങ്കിൽ എനിക്ക് നമ്പർ തന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് തന്നാൽ ഞാൻ 2 പേർക്കും ഡൈവേർട്ട് ചെയ്ത് കൊടുത്തോളാം. കാരണം 2 പേർക്കും 2 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. സമയം എത്രയും 11 മണിയായി. സംഭവം 8:30 എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡിവൈൻ കയറിയതാണ്. അത് കഴിഞ്ഞ് അതും ഇതും കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ സമയം എപ്പോഴാണ് നോക്കിയപ്പോൾ ഡിമ്പിളുടെ റൂമിൽ ഞാൻ മോൻ്റെ തുണികൾ കുറച്ച് മടക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ ആവാം, ഇന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പുണ്ട്, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വേണം. ആ സമയത്താണ് ഞാൻ കുളിക്കുക സാധാരണ. ആ കുളി കഴിക്കാൻ ഒന്നുകിൽ പോണതിൻ്റെ മുമ്പ് അത് മടക്കി വയ്ക്കാം, അല്ലെങ്കിൽ വന്നിട്ട് മടക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇത് സേറയുടെ ഈ മീനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുക, എന്നേക്കാൾ കൂടുതൽ ഡിമ്പിൾ എപ്പോഴും പറയും ഈ മീൻ എങ്ങനെയാണ് നേരം പോയത്, ഒറ്റയ്ക്ക് എന്താ ചെയ്യണ്ടാവുകയെന്ന്. അപ്പോൾ ഞാനും ഇടയ്ക്ക് വിചാരിക്കും, പക്ഷേ ഇതിനെ ജോഡി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട്. ഇത് സേറയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഏഞ്ചലൊക്കെ എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. മറ്റേ ഫിഷിൻ്റെ ഇത് സേറയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടു, എൻ്റെ വീട് കിടക്കണമൊക്കെ എന്താ ഭംഗി. കാരണം ഞാൻ ആ ഷീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഡിമ്പിൾ എപ്പോഴും പറയും ഷീറ്റ് ഇടല്ലേ മമ്മീന്ന്. പക്ഷേ ഷീറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ ദോഷം എന്ന് വെച്ചാൽ ആകെ മുഷിഞ്ഞ് വല്ലാണ്ടാവും. ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ ഷീറ്റിലല്ലേ കേടാവുള്ളൂ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനത് 3 സെറ്റായിട്ടാണ് വാങ്ങി വെച്ചേക്കണം, മാറി ഇടാനായിട്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ.